Welcome to BSc Main Physics, Semester 6, Paper 2, Nuclear and Particle Physics, BSc Main Physics. The chapter we discuss here is particle detectors and accelerators, and today's topic is particle accelerators. And this is class number 33, Nuclear and Particle Physics, class number 33, particle accelerator. ഈ പാർട്ടിക്കിൾ ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, പ്രോട്ടോൺ പോലെയുള്ള പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കൂടുതൽ ഡിവൈസുകളാണ്. ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കൂട്ടുന്ന ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് ആക്സിലേറ്റർ, പാർട്ടിക്കിൾ ആക്സിലേറ്റർ. ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ, പ്രോട്ടോൺ പോലെയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അയോൺസ് പോലെയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അവയുടെ സ്പീഡ് കൂട്ടാനുള്ള ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് പാർട്ടിക്കിൾ ആക്സിലേറ്റർ. ഇത് ഈ ന്യൂക്ലിയർ റിയാക്ഷനിൽ ആവശ്യമാണ്. ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ, ആർട്ടിഫിഷ്യൽ ട്രാൻസ്മോട്ടേഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഹൈ സ്പീഡ് പാർട്ടിക്കിൾ വേണം. നമുക്ക് ഹൈ സ്പീഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ഹൈ സ്പീഡ് പാർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഡിവൈസുകളാണ് ഈ പാർട്ടിക്കിൾ ആക്സിലേറ്റർ. സോ യു ലുക്ക് ഹിയർ, എ പാർട്ടിക്കിൾ ആക്സിലേറ്റർ ഈസ് എ ഡിവൈസ് ഫോർ ഇൻക്രീസ് സ്പീഡ് ഓഫ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. എ പാർട്ടിക്കിൾ ആക്സിലേറ്റർ ഈസ് എ ഡിവൈസ് ഫോർ ഇൻക്രീസ് സ്പീഡ് ഓഫ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇലക്ട്രിക്കലി ചാർജുള്ള പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയുള്ള ഡിവൈസാണ്. ഹൈ എനർജി പാർട്ടിക്കിൾസ് ആർ നീഡഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ന്യൂക്ലിയർ റിയാക്ഷൻസ്. ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിക്കാനായിട്ട് ഹൈ എനർജി പാർട്ടിക്കിൾ വേണം. ദ പർപ്പസ് ഓഫ് ഹൈ സ്പീഡ് പാർട്ടിക്കിൾസ് ഈസ് ടു ബംബാർഡ് ദ ന്യൂക്ലിയർ ഓഫ് ആറ്റംസ് ആൻഡ് ദസ് ടു പ്രൊഡ്യൂസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഓൾ കൈൻഡ്സ്. എല്ലാത്തരം ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സും ന്യൂക്ലിയർ റിയാക്ഷനും നടക്കാനായിട്ട് ഈ ഹൈ സ്പീഡ് പാർട്ടിക്കിളിൻ്റെ ആവശ്യമുണ്ട്. അവ വന്നിട്ടാണ് ആറ്റമിൽ അല്ലെങ്കിൽ അറ്റോമിക് ന്യൂക്ലിയസിൽ ബൊമ്പാർഡ് ചെയ്ത് റിയാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റനായിട്ട് ചോദിക്കാം, വാട്ട് ഇസ് ദ നീഡ് ഫോർ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ? വാട്ട് ഇസ് ദ നീഡ് ഫോർ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ? ദാറ്റ് ഈസ് ടു ക്യാരി ഔട്ട് എ ന്യൂക്ലിയർ റിയാക്ഷൻ. ഹൈ സ്പീഡ് പാർട്ടിക്കിൾസ് ആർ നീഡഡ് ആൻഡ് ദീസ് ഹൈ സ്പീഡ് പാർട്ടിക്കിൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് 2-3 പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ദ ലീനിയർ ആക്സിലറേറ്റർ. ഇപ്പോൾ ലെങ്തിയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാം. ദ ലീനിയർ ആക്സിലറേറ്റർ. ഇപ്പോൾ ലീനിയർ ആക്സിലറേറ്ററുണ്ട്, സൈക്ലോട്രോണാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതും പഠിക്കണം, ഇത് എസ്സായിട്ട് ചോദിക്കുന്നതാണ്. ലീനിയർ ആക്സിലറേറ്റർ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഒരു ട്യൂബാണ്, ഒരു വാക്യൂം ട്യൂബാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു എമിറ്റർ എ ഉണ്ട്. ഒരു അയോൺസ് എമിറ്റ് ചെയ്യുന്ന ഒരു എ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ 1, 2, 3, 4 എക്സെട്ര അത് ഡ്രിഫ്റ്റ് ട്യൂബ് എന്ന് പറയും. ഡ്രിഫ്റ്റ് ട്യൂബ് സിലിണ്ടേഴ്സാണ്. സിലിണ്ടേഴ്സ് ഇങ്ങനെ ഡിഫറൻറ്റ് പൊട്ടൻഷ്യൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സിലിണ്ടേഴ്സാണ്. അവസാനം ഈ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ടാർഗറ്റാണ് അവസാനം വെച്ചിരിക്കുന്നത്. ഈ ട്യൂബിന് നല്ല നീളമുള്ള ട്യൂബാണ്. ഈ ഓൾട്ടർനേറ്റ് ട്യൂബ്സ് നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി ജനറേറ്ററിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒന്നാമത്തെ ട്യൂബിൽ പ്ലസ് ആണെങ്കിൽ ആ നിമിഷം ഒന്നാമത്തെ ട്യൂബിൽ 1 നെഗറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തേൽ ആ നിമിഷം പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ മൂന്നാമത്തേൽ നെഗറ്റീവ് ആണെങ്കിൽ നാലാമത്തേൽ പോസിറ്റീവ് ആയിരിക്കും ഒരു നിമിഷം. അങ്ങനെയാണ് ഈ ട്യൂബിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ ഈ ഹൈ ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ വെച്ച് കൊടുക്കുന്നത്, AC കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചിത്രത്തിൽ? ഒരു വലിയ ട്യൂബ് ആക്കും, അതിനകത്ത് നമ്പർ ഓഫ് സ്മോൾ ട്യൂബ്സ് അറേഞ്ച് ചെയ്യുന്നു. ആ സ്മോൾ ട്യൂബ്സിൻ്റെ ലെങ്ത് ഇങ്ങനെ ക്രമേണ കൂടിക്കൊണ്ടിരിക്കും. 1, 2, 3, 4 എക്സെട്ര മാർക്ക് ചെയ്തിരിക്കുകയാണ്. ആൾട്ടർനേറ്റ് ട്യൂബ്സ് എപ്പോഴും ഓപ്പോസിറ്റ് പൊട്ടൻഷ്യലായിരിക്കും. അയൺസ് ക്രിയേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എ എന്ന് പറയുന്നത്. അവസാനം ടാർഗറ്റ്. ആ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒരു RF ജനറേറ്റർ മുകളിൽ കാണിച്ചിട്ടുണ്ട്. സോ ദ ലീനിയർ ആക്സിലറേറ്റർ. ദ പ്രിൻസിപ്പിൾ ഓഫ് ലീനിയർ ആക്സിലേറ്റർ. ഈ പ്രിൻസിപ്പിൾ ഓഫ് ലീനിയർ ആക്സിലേറ്ററിൻ്റെ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് സിങ്ക്രോണസ് ആക്സിലറേഷൻ. ലീനിയർ ആക്സിലേറ്ററിൻ്റെ പ്രിൻസിപ്പിളിനെ നമ്മൾ സിങ്ക്രോണസ് ആക്സിലറേഷൻ എന്ന് വിളിക്കും. വി ക്യാൻ സീ വാട്ട് ഈസ് ഇറ്റ്. ദ സിങ്ക്രോണസ് ആക്സിലറേഷൻ. Direct acceleration of particles by potential above 10 million volts is difficult due to insulation difficulties. 10 മില്യൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി വോൾട്ടാണ് കേട്ടോ. 1 കോടി
10 മില്യൺ വെച്ചാൽ 10 ലിസ്റ്റ് മില്യൺ 10 ലക്ഷം. ഇപ്പോൾ 10 മില്യൺ വെച്ചാൽ 100 ലക്ഷം, 1 കോടി വോൾട്ട് ഒക്കെയാണ് ഇവിടെ ഈ പാർട്ടിക്കിൾ ആക്സിലേറ്ററിൽ വേണ്ടി വരുന്നത്. അത് സാധാരണ കേസിൽ നമുക്കൊരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യാൻ പ്രയാസമുണ്ട്. കാരണം നല്ല ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വേണം. നല്ല ഇൻസുലേറ്റിംഗ് സംവിധാനമില്ലെങ്കിൽ ഇത്രയും വലിയ വോൾട്ടേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമാണ്. Direct acceleration of particles by potentials above 10 million volts is very difficult. Is a very difficult problem due to insulation difficulties. For such a high energy acceleration of particle is achieved in small successive steps. എന്നാൽ ചില സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഇത്തരം വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. One such machine employing the method is the ലീനിയർ ആക്സിലറേറ്റർ. ഇപ്പോൾ ലീനിയർ ആക്സിലറേറ്റർ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻസുലേഷൻ ഡിഫിക്കൽട്ടി പരിഹരിക്കാൻ വേണ്ടി ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ ലീനിയർ ആക്സിലറേറ്റർ ചെയ്യുന്നത്. 10 ലക്ഷം വോൾട്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇൻ ദിസ് മെഷീൻ ഹൈ എനർജി പാർട്ടിക്കിൾസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് എംപ്ലോയിങ് ഹൈ പി ഡി കൊടുക്കാറില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പി ഡി അപ്ലൈ ചെയ്യാണ്. ബട്ട് ബൈ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് സിങ്ക്രോണസ് ആക്സിലേഷൻ. ഈ സിങ്ക്രോണസ് ആക്സിലേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കൂട്ടുന്നത്. ഇനി അപ്പാരറ്റസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് വർക്കിംഗ് അത് നമ്മൾ പടത്തിൽ കണ്ടതാണ്. ആ പടം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഫിഗർ ഷോസ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ലീനിയർ ആക്സിലറേറ്റർ. നിങ്ങൾ നേരത്തെ കണ്ട പടം, നിങ്ങൾ വരച്ച പടം ഒന്നെടുത്ത് നോക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് കോയാക്സിൽ ഹോളോ മെറ്റാലിക് സിലിണ്ടേഴ്സ് ഓർ ഡ്രിഫ്റ്റ് ട്യൂബ്സ്. അനേകം ഹോളോ മെറ്റാലിക് സിലിണ്ടേഴ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡ്രിഫ്റ്റ് ട്യൂബ്സ്. അതിനകത്തു കൂടിയാണ് പാർട്ടിക്കിൾ കടന്നു പോകുന്നത്, ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ഡ്രിഫ്റ്റ് ട്യൂബ്സ് 1, 2, 3, 4 എക്സെട്ര. ആ ട്യൂബിനെ നമ്മൾ 1, 2, 3, 4 എക്സെട്ര നമ്പർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട്. പടം നോക്കുക. ദേ ആർ അറേഞ്ച്ഡ് ലീനിയർലി ഇൻ എ ഗ്ലാസ് വാക്വം ചേമ്പർ. ഒരു വാക്വം ഗ്ലാസ് ചേമ്പറിലാണ് ഇവയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് അൾട്ടർനേറ്റ് സിലിണ്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ദ ഓഡ് സിലിണ്ടേഴ്സ് ആർ ജോയിൻഡ് ടു 1 ടെർമിനൽ ആൻഡ് ഈവൻ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ആർ ടു ദി സെക്കൻഡ് ടെർമിനൽ ഓഫ് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഒരു ഹൈ ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ ടെർമിനലിലേക്കാണ് നമ്മൾ ഈ ട്യൂബുകൾ കണക്ട് ചെയ്യുക. ഇത് അൾട്ടർനേറ്റീവ് പി ഡി വരുന്നത് പോലെയാണ്. പി ഡി മാറി മാറി വരുന്നത് പോലെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ. Thus in one half cycle if tubes 1, 3 are positive, 2 and 4 will be negative. ഇത് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, പ്ലസ് മൈനസ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ഹാഫ് എ സൈക്കിൾ ദ പൊളാരിറ്റീസ് ആർ റിവേഴ്സ്ഡ്. ഹാഫ് സൈക്കിൾ കഴിയുമ്പോൾ എ സിയുടെ ഹാഫ് സൈക്കിൾ കഴിയുമ്പോൾ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. ദാറ്റ് ഈസ് 1 and 3 will be negative and 2 and 4 will be positive. The ions are accelerated only in the gap between the tubes. ആ ട്യൂബിൽക്കിടയ്ക്കുള്ള ഗ്യാപ്പിലാണ് ഈ പോസിറ്റീവ് അയോൺസിനെ ആക്സലേറ്റ് ചെയ്യുന്നത്. വേർ ദേ ആർ ആക്റ്റഡ് അപ്പോൺ ബൈ ദി ഇലക്ട്രിക് ഫീൽഡ് പ്രസൻറ്റ് ഗ്യാപ്സ്. അപ്പോൾ ഗ്യാപ്സിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡാണ് ഗ്യാപ്പുകളിൽ, ഈ ട്യൂബിനിടയ്ക്കുള്ള ഗ്യാപ്പുകൾ വെച്ചാണ് പാർട്ടിക്കിളിനെ ആക്സലേറ്റ് ചെയ്യുക. ദ അയോൺസ് ട്രാവൽ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇൻ ദ ഫീൽഡ് ഫ്രീ സ്പേസ് ഇൻസൈഡ് ദി ഡ്രിഫ്റ്റ് ട്യൂബ്സ്. ട്യൂബിനകത്ത് ഈ അയോൺസ് എല്ലാം സ്ഥിരവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. Positive ions entering the axis. Positive ions entering the axis of the accelerator from an ion source through an aperture. ഒരു പ്രതലമുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ പ്രതലത്തിൽ നിന്നാണ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സപ്പോസ് എ പോസിറ്റീവ് അയോൺ ലീവ്സ് എയിൽ നിന്ന് ഒരു പോസിറ്റീവ് അയോൺ മുന്നോട്ട് പോകുന്നതായിട്ട് വിചാരിക്കുക. ആൻഡ് ഈസ് ആക്സിലേറ്റഡ് ഡ്യൂറിങ് ദ ഹാഫ് സൈക്കിൾ. Accelerated during the half cycle when the drift tube 1 is negative. ഒരു പോസിറ്റീവ് അയൺ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ അത് മുന്നോട്ട് ആകർഷിക്കുന്നത് ട്യൂബ് 1ൻ്റെ നെഗറ്റീവ് വോൾട്ടേജാണ്. Let V1 be the velocity of ion on reaching the drift tube. ഡ്രിഫ്റ്റ് ട്യൂബ് 1ൽ ഈ അയൺ എത്തുന്ന സ്പീഡ് V1 എന്ന് കരുതുക. എത്തുന്ന സ്പീഡാണ്. The length of the tube 1 is so adjusted that as the positive ions come out of it, the tube has a positive potential at the next tube. Positive potential at the next tube and the അവിടെ അറ്റല്ല
ആൻഡ് ദി നെക്സ്റ്റ് ട്യൂബ് 2 ഹാസ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് ഈ ട്യൂബ് 1 അയൺ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ട്യൂബ് ട്യൂബ് 2 നെഗറ്റീവ് ആകും, ഇത് പോസിറ്റീവ് ആകും. ജസ്റ്റ് പ്രവേശിച്ച് പുറത്തിറങ്ങാൻ നേരത്ത് ഈ HF ഓസിലേറ്ററിൻ്റെ ആക്ഷൻ മൂലം ഈ അയൺ പുറത്തേക്ക് 1 പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 1 നെഗറ്റീവ് ആകുകയും 2 പോസിറ്റീവ് ആകുകയും ചെയ്യും. The length of the tube 1 is so adjusted that as the positive ion come out of it, that you remember, come out of it, the tube 1 has a positive potential, and the next tube 2 has a negative potential. That is the potential change sign. The positive ion is accelerated in the space between the tubes 1 and 2. അപ്പോൾ ആ ഗ്യാപ്പിൽ ഈ പോസിറ്റീവ് അയൺ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ആ ഗ്യാപ്പിലാണ് ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അതായത് ട്യൂബ് 1 നെഗറ്റീവ് ആകുകയും 2 പോസിറ്റീവ് ആകുകയും ചെയ്യുമ്പോൾ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഈ പോസിറ്റീവ് അയോൺ ആക്സിലറേറ്റ് ചെയ്യും. ട്യൂബ് 1 പോസിറ്റീവ് ആകുകയും ട്യൂബ് 2 നെഗറ്റീവ് ആകുകയും ചെയ്യുമ്പോൾ ട്യൂബ് 1 ലീവ് ചെയ്യുന്ന പോസിറ്റീവ് അയോൺ ആക്സിലറേറ്റ് ചെയ്യും. Let V2 be the എന്ന് വായിക്കണം. Let V2 be the velocity positive ion on reaching the tube 2. ട്യൂബ് 2-ൽ ഈ അയൺ ചെല്ലുമ്പോൾ സ്പീഡ് V2 ആണെന്ന് വിചാരിക്കുക. The positive ion coming out of tube 2 find the tube 3 negative. അപ്പോൾ പോസിറ്റീവ് അയൺ ട്യൂബ് 2 ലീവ് ചെയ്യുമ്പോൾ ട്യൂബ് 3 നെഗറ്റീവ് ആകും. Just negative, and the tube 2 is positive. The ion must take the same time to travel through each tube. For this, the length of the tubes are arranged in such a manner that L1 is to L2 is to L3 is to etc. is equal to 1 is to root 2. You rule as root 2, root 3 etc. ഇപ്പോൾ V2 എന്നായിരിക്കുന്നത് റൂട്ടെന്ന് വായിക്കണം കേട്ടോ. അപ്പോൾ ഓരോ ട്യൂബിലും ഈ അയൺ എടുക്കുന്ന സമയം സെയിം ആയതുകൊണ്ട് അവിടെ ലെങ്ത് ഒരു വേരിയിങ് പ്രൊപ്പോർഷനിലാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ L1 is to L2 is to L3 etc. എന്ന് പറയുന്നത് 1 is to root 2 is to root 3 is to എന്നുള്ള തലത്തിൽ വേണം ഡ്രിഫ്റ്റ് ട്യൂബുകളുടെ ലെങ്ത് അറേഞ്ച് ചെയ്യാൻ. ദിസ് ക്യാൻ ബി പ്രൂവ്ഡ് ആസ് ഫോളോസ്. ഇത് നമുക്ക് ഇനി പറയുന്ന പോലെ തെളിയിക്കുക. അപ്പോൾ അത് റൂട്ടൊക്കെ വരുന്നതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Theory. Let E be the charge of iron and M its mass. അയണിൻ്റെ പോസിറ്റീവ് അയണിൻ്റെ ചാർജ് പ്ലസ് ഇയും മാസ് എം എന്ന് വിചാരിക്കുക. ലെറ്റ് വി, ക്യാപിറ്റൽ വി, ഈസ് എ പൊട്ടൻഷ്യൽ ഓഫ് ട്യൂബ് 1 വിത്ത് റെസ്പെക്ട് ടു എ. ട്യൂബ് 1ൻ്റെ ആദ്യ പൊട്ടൻഷ്യൽ വി ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ വെലോസിറ്റി V1, small v1 of the iron can be calculated by the equation half m small v1 square is capital V into E. That is V1 square is 2 capital V E by M. That is V1 is root of 2VE by M. Question number 1. ഇവിടെ ഓർക്കുക, V1 എന്ന് പറഞ്ഞാൽ 2 അയണിൻ്റെ സ്പീഡാണ്. ക്യാപിറ്റൽ വി നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യലാണ്. E അതിൻ്റെ ചാർജ്, M മാസ് ഓഫ് അയൺ. On reaching tube 2, let V2 be the velocity of ion. Then we can write half m V2 square is 2VE. അവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ ഡബിളായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വിക്ക് വരെ 2VE എന്ന് പറയും. സോ V2 സ്ക്വയർ ഇസ് 4VE by M. ഈ 4നെ 2 into 2 എന്ന് എഴുതാമല്ലോ. 2 into 2 VE by M. അപ്പോൾ V2 എടുക്കുമ്പോൾ root 2 into root of. അപ്പോൾ ആ റൂട്ട് ടേം എഴുതാൻ വേണ്ടിയാണ് ഈ 2 into 2 എന്ന് എഴുതിയത് 4നെ. അപ്പോൾ അതിൽ ആ രണ്ടാമത്തെ റൂട്ട് സൈനുള്ളത് 2VE by M. അത് നമ്മൾ നേരത്തെയുള്ള V1 തന്നെയായിരിക്കും, V1 തന്നെയാണ്. അപ്പോൾ V2 നമുക്കിങ്ങനെ എഴുതാം. Therefore V2 is equal to root of 2VE by M. അപ്പോൾ അവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി എഴുതണം, അത് വിട്ടുപോയതാണ്. ദാറ്റ് ഈസ് V2 is root 2V1. ഈ സ്ലൈഡിൽ ഒരു സ്റ്റെപ്പ് വിട്ടുപോയിട്ടുണ്ട്. V2 is root 2V1 എന്ന് എഴുതണം. root 2V1 കാരണം റൂട്ടിനകത്തുള്ള V1 ആണ്. ഈ സ്ലൈഡിൽ ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കുക. V2 is root 2 into root of 2
v/m ഈക്വൽ ടു √2v1. കാരണം v1 അതാണല്ലോ. Similarly, we can see that v3 is √3v1 and so on. അങ്ങനെ പോകും. Therefore, v1 is to v2 is to v3 is to etc. is 1 is to √2 is to √3 is to etc. Velocity proportional to length of tube. Velocity tube length proportional ആണ്. Therefore, L1 is to L2 is to L3 is equal to is to etc. is to 1 is to √2 is to √3 is to etc. അങ്ങനെയാണ് ട്യൂബിൻ്റെ ലെങ്ത് അറേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ ഇവിടുത്തെ എനർജി ഓഫ് അയണിൻ്റെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. എനർജി ഓഫ് അയൺ, പോസിറ്റീവ് അയൺ. The velocity of iron as it comes out of nth tube. ഇവിടെ n ട്യൂബ് ഉണ്ടെങ്കിൽ 4 ട്യൂബ് ഉണ്ടെങ്കിൽ 4, 10 ട്യൂബ് ഉണ്ടെങ്കിൽ n is 10. Velocity of iron when it as it comes out of nth tube, Vn √n into v1 or √n into √2v/m. Therefore, K acquired by the iron, kinetic energy acquired by the iron, E is equal to half m Vn square, or we can write n into Ve. Thus, the final energy of the ions depend on total number of gaps, n, total number of, അത് ട്യൂബിനാണ് തന്നെ, total number of gaps, and 2, the energy gained in each gap, ഓരോ ഗ്യാപ്പിലും എനർജി ഗെയിൻ ചെയ്യും. ഇപ്പോൾ n ഗ്യാപ്പ് ഉണ്ടെങ്കിൽ n ടൈംസ് ആണ് വീട്. Thus, the final energy of the ions depends on the total number of gaps and also the energy gained in each gap. പിന്നെ ലിമിറ്റേഷൻ കൂടിയുണ്ട് ഈ അപ്പാരൻസിന്, ഒരു പോരായ്മയുണ്ട്. എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻ കൂടി നോക്കുക. The length of the accelerator becomes inconveniently large. വളരെ നീളം കൂടുതൽ, നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പ്രയാസമുള്ള രൂപത്തിലുള്ള നീളമാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതൊന്ന് നീളം ലിമിറ്റ് ചെയ്യേണ്ടി വരും. The length of the accelerator becomes inconveniently large and it is difficult to maintain vacuum in a large chamber. അപ്പോൾ വളരെ നീളമുള്ളതാണ് ഈ ലീനിയർ ആക്സിലറേറ്റർ. അതിനകത്ത് വാക്വം ക്രിയേറ്റ് ചെയ്ത് നിർത്തുക അല്പം പ്രയാസമുള്ള കാര്യമാണ്. നമ്പർ 2, the ion current available is in the form of short interval. ഇങ്ങനെ ഓരോ ടൈമിലും ഇങ്ങനെ നമ്മൾ സിങ്ക്രോണസ് ആക്സിലേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കറണ്ട് ഒരു പൾസ് രൂപത്തിലായിരിക്കും. ദ അയൺ കറണ്ട് അവൈലബിൾ ഈസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് ഇൻ്റർവൽ ഇമ്പൾസസ് ബിക്കോസ് അയൺസ് ആർ ഇൻജക്റ്റഡ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് മൊമെൻറ്റ്. അപ്പോൾ ഓരോരോ നിമിഷത്തിലാണ്, ഓരോ ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴാണ് ഇത് ആക്സിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അയൺ കറണ്ട് ഒരു ഇമ്പൾസ് ഫോമിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്, ഗിവ് ദ പ്രിൻസിപ്പിൾ ഡിസ്ക്രിപ്ഷൻ ആക്ഷൻ തിയറി ഓഫ് ലീനിയർ ആക്സിലറേറ്റർ, മെൻഷൻ ഓൾസോ ഇറ്റ്സ് ലിമിറ്റേഷൻസ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഗിവ് ദ പ്രിൻസിപ്പിൾ ഡിസ്ക്രിപ്ഷൻ ആക്ഷൻ ആൻഡ് തിയറി ഓഫ് ലീനിയർ ആക്സിലറേറ്റർ, മെൻഷൻ ഓൾസോ ഇറ്റ്സ് ലിമിറ്റേഷൻസ്. That is a essay type question. That is all with your 33rd lecture on nuclear and particle physics. Thank you.